ഒരു സിമ്പിൾ ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ വേഗം പണിയും തീരും. അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരളവിൽ ഇതുപോലത്തെ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കണേ. ഇത് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ടേപ്പ് പിടിച്ചെടുക്കണം. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബക്കറ്റിൻ്റെ പരിപാടി. സിമ്പിളല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്ന ഒരളവിൽ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തെടുത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. നമ്മളത് രണ്ട് വശത്തും ഇങ്ങനെ മടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് നമ്മളതൊന്ന് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മളിത് പിരിക്കണം കേട്ടോ. പിരിക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. റെഡ്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഈ കാണിക്കുന്ന ഒരളവിൽ ഇതുപോലെ ഒരു ചെറിയ ഗ്രീൻ പേപ്പർ മുറിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാട്ടെ. എന്നിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയും കൊടുക്കണേ. മടക്കുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ട്രയാങ്കിൾ ഷേപ്പ് മടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടിയിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഇതളുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തോട്ടാക്കി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യമുള്ളത്ര ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഫ്ലവർ ബക്കറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന പേപ്പർ എടുക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റിങ്സ് ഉള്ള പേപ്പർ എടുക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലത്, നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ കാണാൻ. അങ്ങനെ അതുപോലെ നമ്മൾ ആവശ്യമുള്ളത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബക്കറ്റിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും പഴയ പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഇങ്ങനെ തിരികെ വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് എല്ലാവരും ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ബക്കറ്റിന് കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ റിബൺ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു മേലത്തെ ഭാഗം ഇങ്ങനെ താഴ്ത്തിയും വെച്ച് കൊടുക്കണം രണ്ട് സൈഡിലെ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.